പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിലും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ ഭൂമിയിൽ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എപ്പോഴും ആമേൻ പറയുന്നത് പോലെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. എന്നെ പോലുള്ള അനേക സമശിഷ്ടങ്ങൾ ഈ ലോകത്ത് നിന്ന് അനേകർ മാറ്റപ്പെട്ടപ്പോൾ, ഒത്തിരി പേർ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ കർത്താവ് എന്നെ സ്നേഹിച്ച വിധത്തെ ഓർത്ത്, കർത്താവ് ഒരിക്കൽ കൂടി എൻ്റെ കുടുംബത്തോട് കരുണ കാണിച്ചതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ യോഗ്യതകളോ ഒന്നുമല്ല, അപ്പൻ സ്നേഹിച്ചത് കൊണ്ട്, അപ്പൻ ഒരിക്കൽ കൂടി കരുതിയത് കൊണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചവർ ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം ആമേൻ 6-ാം അധ്യായം അതിൻ്റെ 9 അവസാന ഭാഗം 8 വാക്യങ്ങൾ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ചേർത്ത് വായിക്കട്ടെ. ആമേൻ. അതിൻ്റെ 9-ന്റെ അവസാന ഭാഗം, നോഹ ദൈവത്തോടു കൂടെ നടന്നു. 8, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ആമേൻ. അതിനോടൊപ്പം ചേർന്ന് വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോൾ, കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോൾ, മേഘത്തിൻ താണലാരുളി എന്നെ സ്വാന്തനമായി നടത്താൻ, മേഘത്തിൻ താണലാരുളി എന്നെ സാന്ത്വനമായി നടത്താൻ, കൃപയാരുൾക കൃപയാരുൾക, അളവെന്നെ പകർന്നിടുക, ഈ ഭൂവിലൻ യാത്രയാതിൽ ദൈവകൃപയാരുൾക, ഈ ഭൂവിലൻ യാത്രയാതിൽ ദൈവകൃപയാരുൾക, ലോകത്തെ മറന്നിടുവാൻ എല്ലാം ചേതാമെ നേടിടുവാൻ, ലോകത്തെ മറന്നിടുവാൻ എല്ലാം ചേതാമെ നേടിടുവാൻ, ലോകത്തെ ജയിച്ചവനെ നിന്നിൽ അഭയം ഞാൻ തേടിടുന്നേ, ലോകത്തെ ജയിച്ചവനെ നിന്നിൽ അഭയം ഞാൻ തേടിടുന്നേ, കൃപയാരുൾക കൃപയാരുൾക, അളവെന്നെ പകർന്നിടുക, ഈ ഭൂവിലൻ യാത്രയാതിൽ ദൈവകൃപയാരുൾക, ഈ ഭൂവിലൻ യാത്രയാതിൽ ദൈവകൃപയാരുൾക. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിലും അവന് ഒത്തിരി ശാരീരികമായിട്ടുള്ള ബലഹീനതകളുണ്ട്. കാരണം
കഴിഞ്ഞ 2 ആഴ്ചയായി എല്ലാവരും ആമേൻ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തിരി പേർ കാലാവസ്ഥയുടെ ചേഞ്ച് കാരണം ആമേൻ ഒത്തിരി പേർ കഫത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാൽ, പനിയുടെയും ജലദോഷത്തിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടാൽ ഒത്തിരി പേർ ഭാരപ്പെടുന്നു. അതിലൊരാൾ ഞാൻ കൂടിയാണ്. കഴിഞ്ഞ ഒത്തിരി ദിവസമായി ശാരീരികമായി ഒത്തിരി ബലഹീനതയിലായിരിക്കുന്നു. മെഡിസിനൊക്കെ എടുത്തു, എന്നിട്ടും ഒരു മാറ്റവുമില്ല. ഒത്തിരി ബലഹീനതയുടെ നടുവിലായിരിക്കുന്നു. ഇന്ന് പകലിലും ശുശ്രൂഷിപ്പാൻ കർത്താവ് ബലപ്പെടുത്തി ആമേൻ ആക്കിയിരിക്കുന്നു. ഇന്ന് പകലിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പകൽ ചിലത് ചെയ്യും. ആമേൻ. ദൈവത്തിൻ്റെ ആലോചനകളെ കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ എല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലും ഈ ഹാളിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ആമേൻ. ഇന്ന് പകലിലും നമ്മൾ വായിച്ചു കേട്ടു ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ആമേൻ അതിൻ്റെ 9-ാമത്തെ വാക്യം അവസാന ഭാഗം. നോഹ ദൈവത്തോട് കൂടെ നടന്നു. സെയിം ആമേൻ ചാപ്റ്റർ അതിൻ്റെ 8-ാമത്തെ വാക്യം വീണ്ടും നാം വായിക്കുന്നു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രിയ ദൈവമക്കളെ, ഈ 2 വചനം വായിക്കുമ്പോഴും ഞാൻ ആമേൻ അധ്യായം വായിക്കുമ്പോൾ ആമേൻ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചതും എന്നെ ഏറ്റവും അധികം ആമേൻ ടച്ച് ചെയ്തതുമായിട്ടുള്ള വചനമാണ് ആമേൻ ഹല്ലേലൂയ. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ആമേൻ ഹല്ലേലൂയ. കൂടെ നടക്കുന്നവന് ആമേൻ കർത്താവ് നൽകുന്ന ആമേൻ ഒരു ആമേൻ ബോണസ് ആണ് കൃപ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് ആമേൻ അത് നീ ആരായാലും ആമേൻ ദൈവത്തോടൊപ്പം നീ ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൃപ നിന്നോടൊപ്പമുണ്ട്. അത് അഡീഷണലായി സ്വർഗത്തിലെ അപ്പൻ നിനക്കൊരു ബോണസായി തരുന്നതാണ് ആ കൃപ. ആമേൻ. നിനക്ക് മുൻപോട്ട് പോകുവാൻ, ആമേൻ നിന്റെ ജീവിതത്തിൽ നിനക്ക് മുൻപോട്ട് നയിക്കുവാനുള്ള നീ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എങ്ങനെയായി തീരണം, നിന്റെ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം, ഇതിനൊക്കെ ഉപദേശം നൽകി നിന്നോടൊപ്പം കൂടെയുള്ളത് ആ ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് പകലിൽ ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ, ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. എന്നെ നിർത്തിയിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ കുടുംബത്തെ നിർത്തിയിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായി സന്തോഷം തോന്നി. ആമേൻ. നോഹ ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് ആമേൻ സ്വർഗത്തിലെ അപ്പൻ ഏറ്റവും അധികം കൃപകളെ വേറെ ആർക്കും ആമേൻ ഹല്ലേലൂയ ആ സ്ഥലത്ത് ലഭിക്കാത്ത ആമേൻ ഒരു വലിയ ഭാഗ്യം നോഹയുടെ കുടുംബത്തിന് കർത്താവ് നൽകി. നോഹ മുഖാന്തരം നോഹയുടെ കുടുംബത്തിനും ആമേൻ ആ ബോണസ് കർത്താവ് നൽകുവാനിടയായി. നോഹയിലൂടെ തൻ്റെ കുടുംബം രക്ഷപ്പെടുവാനിടയായി. തന്നിലൂടെ ആമേൻ ഹല്ലേലൂയ ദൈവം പറഞ്ഞതിനൊക്കെയും ഒരു പുതിയൊരു സൃഷ്ടി ഉണ്ടാകുവാനിടയായി. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലെങ്കിൽ അപ്പൻ്റെ കൃപ ഇല്ലായിരുന്നുവെങ്കിൽ ആമേൻ നോഹയ്ക്ക് അവിടെ മുൻപോട്ടൊരു ചലനം ഉണ്ടാകത്തില്ല. ഒരു പുതിയ ഭൂമി അതിനകത്ത് സൃഷ്ടിക്കപ്പെടുവാൻ കഴിയത്തില്ല. ഒരു പുതിയ ജനറേഷൻ അതിനകത്ത് സംഭവിക്കത്തില്ല എന്ന് പകലിൽ ആത്മാവ് പ്രാപിച്ചവർ പറഞ്ഞാട്ടെ, ആ കൃപ എനിക്ക് വേണം. അടുത്തൊരു ജനറേഷന് വേണ്ടി, അടുത്തൊന്ന് പുതുതായി ജനിക്കുന്നതിന് വേണ്ടി, അടുത്തത് പുതുതായി പുറപ്പെടുന്നതിന് വേണ്ടി, അടുത്ത ചിലത് സൃഷ്ടിക്കപ്പെടുവാൻ വേണ്ടി ആ കൃപ എനിക്ക് വേണം കർത്താവേ. ആ കൃപ എനിക്ക് വേണം. ആ കൃപ ചുമ്മാതെ കിട്ടുന്നതല്ല. ദൈവത്തോട് കൂടെ നടക്കുമെങ്കിൽ, ദൈവത്തോട് കൂടെ നടക്കുമെങ്കിൽ, ചേർന്ന് നടക്കുന്നവന് കിട്ടുന്ന ആ ബോണസ് ഇന്ന് പകൽ ചിലതിൻ്റെയൊക്കെ കുടുംബത്തിനകത്ത് കർത്താവ് വാരി വിതറുവാൻ പോകുക. റബലക ശബ്ദനാരകൾ ഘടകസി അർത്ഥപ്രൗഢപന ദീപലഘടക ശബ്ദന ചേർന്നിരിക്കുവാൻ തയ്യാറാണോ? മാർവോട് ചേർന്നിരിക്കുവാൻ തയ്യാറാണോ? കൂടെ നടക്കുവാൻ തയ്യാറാണോ? ആ കൃപ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആമേൻ നിനക്ക് നൽകുവാൻ പോകുകയാണ്. ചൂടമന അധാരഘടക ശബ്ദനാരകൾ ഘടകസി ആമേൻ കൂടെ നടക്കുന്നവന് മാത്രമേ കിട്ടത്തുള്ളൂ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ആമേൻ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ അവൻ ആമേൻ എടുക്കപ്പെട്ട് മരണം കൂടാതെ ആമേൻ എടുക്കപ്പെട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ കൃപ ലഭിച്ചവന് ഒത്തിരി ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവിന് ചെയ്യുവാനുണ്ട്. കൃപ ലഭിച്ചവളുടെ ജീവിതത്തിൽ
ജീവിതത്തിനകത്ത് ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. നീ കൃപ ലഭിച്ചവളാണോ? നീ കൃപ ലഭിച്ചവനാണോ? ഇന്ന് പകലൊന്ന് ശോധന ചെയ്താട്ടെ. ദൈവത്തോട് കൂടെ നടക്കുന്ന നിനക്ക് ആ കൃപയുണ്ടോ? ഇന്ന് പകൽ പ്രാപിക്കുവാൻ തയ്യാറാണോ? നീ പ്രാപിക്കുവാൻ തയ്യാറാണോ? അഭിഷേകം പ്രാപിച്ച നിന്റെ മേൽ ആ കൃപ ഇന്ന് പകൽ കൃപമേൽ കൃപ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആളവറ്റു നൽകുവാൻ പോകുന്ന കൃപയ്ക്കായി മനസ്സിലായവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തോടൊപ്പം ചേർന്ന് നടന്നാൽ ആ കൃപ നിനക്ക് അവകാശപ്പെട്ടതാ. ആ കൃപ നിനക്ക് അർഹതപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ നോഹയ്ക്ക് ആമേൻ അവിടെയുള്ള മറ്റു വ്യക്തികൾ ആരെയും കർത്താവിന് തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ. എന്തിനാണ് നോഹയ്ക്ക് ആമേൻ ഇത്രയും ആമേൻ ആർക്കും കിട്ടാത്തൊരു കൃപ, അല്ലെങ്കിൽ ആർക്കും ലഭിക്കാത്തൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആമേൻ എന്തിനാണ് നോഹയ്ക്ക് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ആമേൻ ഹല്ലേലൂയ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ ആമേൻ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. അതിൻ്റെ മുൻപിലുള്ള വാക്യങ്ങൾ അപ് ടു 2 വാക്യങ്ങൾ എബവ് വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ആമേൻ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചത് കൊണ്ട് യഹോവ ഏറ്റവും അധികം ദുഃഖിതനായി തീർന്നു. ഏറ്റവും അധികം വേദനപ്പെട്ടു. ആമേൻ ഹല്ലേലൂയ. ആമേൻ നല്ലവനെ ഉണ്ടോ എന്ന്, ആമേൻ നല്ലത് വല്ലതും ഉണ്ടോ എന്ന് ആമേൻ കർത്താവ് മുകളിലിരുന്ന് ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ നല്ലവനാരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതിനിടയിൽ ഒന്നിനെ കർത്താവിന് കിട്ടി. ആമേൻ ഒന്നിനെ ദൈവത്തിന് കിട്ടി. ആമേൻ ഇത്രീണത്തിനെ നോക്കിയപ്പോൾ, ഇത്രയും ജനത്തെ നോക്കിയപ്പോൾ, ആ പട്ടണത്തിനകത്ത് നോക്കിയപ്പോൾ, ആ ദേശത്തിനകത്ത് നോക്കിയപ്പോൾ ഒന്നിനെയും കണ്ടില്ല. സ്തുതിക്കുന്ന ഒരുവനെ കർത്താവ് കണ്ടു. പ്രാർത്ഥിക്കുന്ന ഒരുവനെ കർത്താവ് കണ്ടു. കൃപയുള്ള ഒരുവനെ കർത്താവ് കണ്ടു. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചൊരു ദൂത് പറയട്ടെ. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് നീ മരണപ്പെട്ടു പോകാത്തത് എന്തെന്നറിയാവോ? ചിലത് കാണാൻ വേണ്ടിയാ, ചിലത് പ്രാപിക്കാൻ വേണ്ടിയാ. ചില ദുഃഖങ്ങളെ ആമേൻ നിന്റെ കൺമുൻപിൽ നീ അനുഭവിച്ച ദുഃഖങ്ങളെ മാറ്റി ചില സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടിയാ. ശംധന റിഖലഘടക ശംധന അരകൽ കടകസി. അതെ ആമേൻ ഒരു പട്ടണത്തിൽ ആമേൻ ഹല്ലേലൂയ ഒരു നീതിമാനെ കർത്താവ് അവിടെ കണ്ടു. ആമേൻ ഭൂമിയിൽ വഷളത്വം പെരുകി, പാപം പെരുകി, മ്ലേച്ഛത പെരുകി. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഒത്തിരി മ്ലേച്ഛതയും പാപവും കണ്ടു. ആമേൻ ഹല്ലേലൂയ. കർത്താവ് മനുഷ്യരെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ഏറ്റവും അധികം വേദനിക്കുവാനിടയായി നമുക്കിവിടെ കാണുവാൻ കഴിയും. ആമേൻ 5-ാമത്തെ വാക്യം മുതൽ നമുക്കിവിടെ വായിക്കുവാൻ കഴിയും. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും ആമേൻ ഹല്ലേലൂയ യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അതവന് ഹൃദയത്തിന് ദുഃഖമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒന്ന് ചിന്തിക്കണമേ. ഇന്ന് പകൽ വായി തുറന്ന് വിളിച്ചു പറയണം, എന്നെ സൃഷ്ടിച്ചതുകൊണ്ട് സ്വർഗം ഒരിക്കലും ദുഃഖിക്കുവാൻ ഇടവരരുത്. ഞാൻ കൃപ ലഭിച്ചവളാ, ഞാൻ കൃപ ലഭിച്ചവനാ. എന്നെ സൃഷ്ടിച്ചതുകൊണ്ട് ആമേൻ എന്നെ നോക്കി കർത്താവ് അനുതപിക്കരുത്. കൃപ പെരുകുന്നവനായി മാറട്ടെ, കൃപ പെരുകുന്നവളായി മാറട്ടെ. ആ നീതിമാനിൽ ഒരാളായി ഞാനും മാറട്ടെ എന്ന് ഇന്ന് പകൽ ആത്മാവിലൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. റബലക ശംദനാരകൽ കടകസി അർത്ഥൽ പ്രൗഢവന ദീപലകടക ശംദനാരകൽ കടകസി. ദൈവത്തോടൊപ്പം കൂടെ നടക്കുന്നവരായി, ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുന്നവരായി, ദൈവിക കൃപകളെ പ്രാപിക്കുന്നവരായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ വിളിച്ചു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. യഹോവ അനുതപിച്ചു. അതവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ
നിന്ന് നശിപ്പിച്ചു കളയുമെന്ന് ആമേൻ ഉറച്ച തീരുമാനം സ്വർഗത്തിലെ അപ്പൻ ആമേൻ എടുക്കുവാനിടയായി. കർത്താവ് ഒരുപാട് തവണ ട്രൈ ചെയ്തു, ഒരുപാട് അവസരം കൊടുത്തു, എങ്കിലും പാപം ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറായില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ കർത്താവ് നോക്കിയപ്പോൾ എല്ലാത്തിനും ക്വാളിറ്റി ഉള്ളവനായി അന്നത്തെ ആ തലമുറയിൽ ദൈവവചനം പറയുന്നു, ആമേൻ ആമേൻ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ ആമേൻ ആ തലമുറയിൽ ആമേൻ ഹല്ലേലൂയ നോഹ നിഷ്കളങ്കനായിരുന്നു, അവൻ നീതിമാനായിരുന്നു എന്ന് ആമേൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. ആ നീതി നിമിത്തം, ആ നിഷ്കളങ്ക നിമിത്തം ആമേൻ ഹല്ലേലൂയ എന്ത് നോഹയ്ക്ക് ലഭിച്ചു? ആ കൃപ ലഭിച്ചു, ആ കൃപയ്ക്ക് അർഹതപ്പെട്ടു. ഇന്ന് പകൽ ആരെങ്കിലും കൃപയില്ലാതായിരിക്കുന്നുവെങ്കിൽ നീ നീതിമാനാകുവാൻ തുടങ്ങ്, നിഷ്കളങ്കനാകുവാൻ തുടങ്ങ്, ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുവാൻ തുടങ്ങ്. എന്നിട്ട് വിളിച്ചു പറ, അപ്പാ ഈ തലമുറയിൽ ഞാൻ നിഷ്കളങ്കനാകുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നീതിമാനാകുവാൻ ആഗ്രഹിക്കുന്നു, ദോഷം വിട്ടകലുന്നവനാകുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ പണിയണമേ, എന്നെ പണിയണമേ. ആ കൃപ എനിക്ക് ആവശ്യമാണ്, എനിക്ക് മുൻപോട്ട് പോകുവാൻ ആ കൃപ എനിക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ കൂടെ നടന്നാൽ, ദൈവത്തോടൊപ്പം കൂടെ നടന്നാൽ പിന്നെ നീ യാചിക്കേണ്ട ആവശ്യമില്ല. ആ കൃപ നിന്നോടൊപ്പം കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനം ഒരുവന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ വ്യക്തിയിന്മേൽ വലിയ രൂപാന്തരം ഉണ്ടായി തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് നോക്കിയപ്പോൾ, ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ നിഷ്കളങ്കനും നീതിമാനുമായ ഒരുവനെ മാത്രമേ ആ തലമുറയിൽ കണ്ടെത്തിയുള്ളൂ. ആമേൻ ഹല്ലേലൂയ. അവിടെ ആമേൻ ഹല്ലേലൂയ നോഹയെ മാത്രമേ പറയുന്നുള്ളൂ. ആമേൻ തൻ്റെ തലമുറയിൽ ആമേൻ നോഹ നിഷ്കളങ്കനായിരുന്നു, ആമേൻ നീതിമാനായിരുന്നു. അവൻ മുഖാന്തരം ആമേൻ ഹല്ലേലൂയ കർത്താവ് ആമേൻ നോഹയെയും കുടുംബത്തെയും ഓർക്കുവാനിടയായി. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതും ആമേൻ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചൊരു വാക്യമാണ്. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗത്തെയും ഓർത്തു. കൃപ ലഭിച്ചവന്റെ ഒരു പ്രത്യേകത അതാ. ആമേൻ അപ്പൻ പറയുന്നത് അതേപടി അനുസരിക്കുന്നവനുള്ള ഒരു പ്രത്യേകതയാ. അപ്പൻ ആമേൻ ആ കുടുംബത്തെ ഓർക്കുന്നു, അപ്പൻ ആ വ്യക്തിയെ വ്യക്തിപരമായി ഓർക്കുന്നു. നിന്റെ കുടുംബത്തിനകത്ത് ആരൊക്കെയുണ്ടോ? നീ രക്ഷിക്കപ്പെട്ടവളാണോ? നീ രക്ഷിക്കപ്പെട്ടവനാണോ? നീ സത്യം അറിഞ്ഞതാണോ? നിന്റെ കുടുംബത്തെ അവൻ തകർത്തു കളയത്തില്ല, നിന്റെ കുടുംബത്തെ അവൻ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചൂടമന ഹദാരഘടകസിയ അർത്ഥപ്രൗഢവന. അവൻ എൻ്റെ കുടുംബത്തിൽ അവൻ എൻ്റെ ഭർത്താവിനെ കർത്താവ് ഓർക്കുന്നുണ്ടോ? അവൻ എൻ്റെ ഭർത്താവ് പള്ളിയിൽ വരുന്നില്ലല്ലോ, പ്രാർത്ഥിക്കുന്നില്ലല്ലോ. അവൻ ആ കുടുംബത്തിനകത്ത് ഒന്നിനെ തിരഞ്ഞെടുത്തോ? നിന്റെ കുടുംബത്തെ അവൻ ഓർക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തെ അവൻ കരുതുന്നുണ്ടോ? നിന്റെ കുടുംബത്തെ അവൻ പോറ്റി പുലർത്തുന്നുണ്ടോ? അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ ഓർക്കുന്നില്ല എന്നോർത്ത് നീ ഭാരപ്പെടണ്ട. പെട്ടകത്തിനകത്തുള്ള നോഹയെ മാത്രം അവൻ ഓർത്തില്ല, നോഹയെ മാത്രം ആമേൻ അവൻ ഓർത്തു എന്നല്ല എഴുതിയിരിക്കുന്നത്. പെട്ടകത്തിനകത്തുണ്ടായിരുന്ന സകലത്തിനെയും, അതിനകത്തുള്ള മൃഗങ്ങളെയും, അതിനകത്തുള്ള ഇഴജാതികളെയും, അതിനകത്തുള്ള സകലത്തിനെയും സ്വർഗത്തിലെ അപ്പൻ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നിന്നെയും ഓർക്കുന്നൊരു ദൈവസന്നിധിയില, നമ്മളെ ഓരോരുത്തരെയും കാണുന്നൊരു ദൈവസന്നിധിയിലാണ് നമ്മൾ ഇന്ന് പകലിലായിരിക്കുന്നത്. നോഹയെയും കുടുംബത്തെയും കർത്താവ് ഓർത്തുവെങ്കിൽ ഇന്ന് പകലിൽ നമ്മളെയും അവൻ ഓർക്കുന്നുണ്ട്, നമ്മളെയും അവൻ കരുതുന്നുണ്ട്. നമുക്ക് വേണ്ടിയും ഒരു കരുതൽ പുറപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഹല്ലേലൂയ ആമേൻ കർത്താവ് തീരുമാനിച്ചു. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇത് ആമേൻ ഈ അകൃത്യം നിറഞ്ഞതും ആമേൻ ഇതൊക്കെ കണ്ട് ഞാൻ ആമേൻ അനുതപിക്കുന്നതും ആമേൻ ലോകം അറിയണമല്ലോ, മറ്റുള്ളവർ അറിയണമല്ലോ, ഇതിനൊരു തിരഞ്ഞെടുപ്പ് വേണമല്ലോ. അങ്ങനെ ആ തിരഞ്ഞെടുപ്പ് ആമേൻ ഇത് ഘോഷിപ്പാൻ അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ആമേൻ ഇങ്ങനെ ഒരു സംഭവം നടക്കുവാൻ പോകുന്നു. നിങ്ങളെ ഓർത്ത് കർത്താവ് അനുതപിക്കുന്നു, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആമേൻ എന്ന് പറയുവാൻ കർത്താവ് ഒരുവനെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ, നോഹയെ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആമേൻ കർത്താവ്
ആമേൻ നോഹയെ തിരഞ്ഞെടുത്തിട്ട് നോഹയോട് പറഞ്ഞു, ആമേൻ നീ എല്ലാവരോടും പറയണം, ആമേൻ ഭൂമിയിൽ ഇതാ ആമേൻ മഴ പെയ്യുവാൻ പോകുന്നു. അന്ന് വരെ അവർ മഴ എന്തെന്ന് അറിഞ്ഞിട്ടില്ല, അന്ന് വരെ അവർ വെള്ളപ്പൊക്കം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ആമേൻ ഹല്ലേലൂയ. മോശിയപ്പച്ചൻ ആമേൻ ഹല്ലേലൂയ എല്ലാ വീടാന്തരം എല്ലാ കവലകളിലും എല്ലാ മുക്കുകളിലും മൂലകളിലും ഇറങ്ങി പ്രസംഗിക്കുവാൻ തുടങ്ങി. അയ്യോ മനുഷ്യരെ, നിങ്ങളുടെ പാപം ഉപേക്ഷിക്കുക, ആമേൻ ഈ ലഹരികളെ ഉപേക്ഷിക്കുക, ഈ കലക്കത്തെ ഉപേക്ഷിക്കുക, ഈ ദ്രവ്യാഗ്രഹം ഉപേക്ഷിക്കുക, ഈ പാപ പ്രവൃത്തിയെ ഉപേക്ഷിക്കുക. ഭൂമി നശിക്കുവാൻ പോകുന്നു. ഒന്നുപോലും ശേഷിക്കാതെ നശിക്കുവാൻ പോകുന്നു. കാണാത്ത കാര്യത്തെ ആമേൻ നോഹാപ്പച്ചൻ അങ്ങ് വിശ്വസിക്കുവാനിടയായി. ആമേൻ കർത്താവിന് അറിയാം ഇതുവരെയും സംഭവിക്കാത്ത ആമേൻ മഴയെക്കുറിച്ചോ വെള്ളപ്പൊക്കത്തെക്കുറിച്ചോ കാഴ്ചപ്പാടുള്ളവന് മാത്രമേ തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. ആമേൻ ദർശനം പ്രാപിച്ചവന് മാത്രമേ ആമേൻ ഹല്ലേലൂയ ആ ദർശനത്തിന്റെ വ്യാപ്തി എത്രയെന്ന് തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. ദൈവമുള്ളവന് മാത്രമേ അടുത്ത് സംഭവിക്കുവാൻ പോകുന്ന ചിലതിന്റെ ഭവിഷ്യത്തുകൾ തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. ആമേൻ പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ആ ദർശനം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അതെ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന പിശാച്, നിന്റെ തലമുറയെ തകർക്കുവാൻ നടക്കുന്ന പിശാച്, ഇത് തിരിച്ചറിയുവാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം നീ പെട്ടകത്തിനകത്തുള്ളത്, നീ അഭിഷേകം പ്രാപിച്ചത്, നീ കൃപ പ്രാപിച്ചത്. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ ആ നോഹയുടെ ഉള്ളിലേക്ക് ആ പതിയപ്പെട്ട ദർശനം, ആമേൻ പതിയപ്പെട്ട വാക്കുകൾ, ആമേൻ ഹല്ലേലൂയ നോഹ വീടാന്തരം കവലകൾ തോറും ആമേൻ ഇറങ്ങി പറയുവാൻ തുടങ്ങി. ഒറ്റെണ്ണം പോലും ആമേൻ ഹല്ലേലൂയ കേട്ടില്ല, ഒന്നുപോലും കേൾക്കാൻ പോലും ആമേൻ ഹല്ലേലൂയ കൂട്ടായില്ല. ആമേൻ ഹല്ലേലൂയ ആരും അംഗീകരിച്ചില്ല. പക്ഷെ ആരും അംഗീകരിക്കാത്തവരെ സ്വർഗത്തിലെ അപ്പൻ അങ്ങ് അംഗീകരിച്ചു. ആമേൻ ഹല്ലേലൂയ. ഒരു കണക്കിന് അംഗീകരിക്കാത്തത് നല്ലതാണെന്ന്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നും ചരിത്രത്തിൽ ആ പെട്ടകം ഇടം തേടിയത്. ഇന്ന് പകലിൽ ചരിത്രത്തിനകത്ത് നിന്റെ തലമുറകൾ വരുവാൻ പോകുകയാ. റബലബ ശംദന റിഖാലക ശംദന ഓ റമാന ശംദനെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ നിന്റെ തലമുറ, നിന്റെ കുടുംബ ജീവിതം മാറിക്കപ്പെടുവാൻ പോവുകയാ. ജൂഡമന അതരക ജനകടക ശംദനാരകൾ കടകസി. അതെ അഭിഷക്തനെ, കർത്താവിന്റെ വേല ചെയ്യുന്ന കുടുംബമേ, ലോകം നിന്നെ അംഗീകരിക്കേണ്ട. നീ കണ്ട ദർശനത്തെ പറ്റി ലോകം നിന്നെ അംഗീകരിക്കേണ്ട. പക്ഷെ കൃപ ലഭിച്ചവരെ തിരിച്ചറിയുവാൻ കഴിയും. കൃപ ലഭിച്ചവരെ തിരിച്ചറിയുവാൻ കഴിയും. ജൂഡമന അതരക ജനകടക ശംദനാരകൾ കടകസി. അർത്ഥപ്രൗഢമന, നീ പറയുന്നത് നിന്റെ മക്കൾ അംഗീകരിക്കേണ്ട, നിന്റെ ഭർത്താവ് അംഗീകരിക്കേണ്ട, നിന്റെ സഭ അംഗീകരിക്കേണ്ട, നിന്റെ കൂട്ടുകാർ അംഗീകരിക്കേണ്ട. പക്ഷെ കൃപ ലഭിച്ച നിന്റെ വാക്കുകൾ അംഗീകരിക്കുന്ന ഒരുവനുണ്ട്, കേൾക്കുന്ന ഒരുവനുണ്ട്. അതൊരു വിടുതലാണെന്ന്. ജൂഡമന അതരക ജനകടക ശംദനാരകൾ കടകസി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീടാന്തരം രാവെന്നില്ല പകലെന്നില്ല ആമേൻ ഒന്നുപോലും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ആമേൻ ആ ഡ്യൂട്ടി വിശ്വസ്തയോടെ നോഹയങ്ങ് ആമേൻ ഏറ്റെടുത്തു. ആമേൻ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നോഹയുടെ 3 മക്കളും വളരെ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് കേട്ടോ. ആമേൻ അപ്പൻ പറയുന്ന വാക്ക് കേട്ടോ അവരും അങ്ങ് വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ ആരോടും പറഞ്ഞതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ അപ്പൻ പറഞ്ഞത് ആമേൻ ഹല്ലേലൂയ കൃപ ലഭിച്ചവന്റെ മക്കൾ ആമേൻ അത് അനുസരിക്കുവാനിടയായി, അത് കേൾക്കുവാനിടയായി. ഇല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ പെട്ടകം അടച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ ഇവന്മാരും ആമേൻ പുറത്തു കിടന്ന് ചത്തുവീർത്തേനെ. കൃപ ലഭിച്ചവന്റെ പ്രത്യേകത അതാ, നിന്റെ കുടുംബത്തെ അവൻ രക്ഷപ്പെടുത്തും, നിന്റെ കുടുംബത്തെ അവൻ കരുതും. റമനക ശംദനാരകൾ കടകസി. ഇന്ന് നിന്റെ കുടുംബത്തെ കരുതിയിരിക്കുന്നത്, ഇന്ന് നിന്റെ കുടുംബത്തെ നിർത്തിയിരിക്കുന്നത് ആ അപ്പന്റെ വലിയ കൃപയാ, ആ അപ്പന്റെ വലിയ കരുണയാ, ആ അപ്പന്റെ വലിയ മഹത്വമാണെന്ന്.
ചൂടമന അധരഗതനഘടക ശബ്ദനാരകൾ കടകസി അർത്ഥപ്രൗഢമന ദീപലഘടക ശബ്ദനാരകൾ കടകസി. ചില വാക്കുവാദങ്ങൾ, കുടുംബങ്ങൾക്കകത്ത് നിൽക്കുന്ന ചില വാക്കുവാദങ്ങൾ ആരൊക്കെയോ പറയുന്നുണ്ട്, എന്നെ ഇതിനകത്ത് കെട്ടിയിട്ടേക്കുന്നു. അവൻ നിന്റെ വാക്ക് പറയുന്നത് പോലെ എനിക്ക് ചലിക്കുവാൻ പറ്റത്തില്ല, എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. അങ്ങനെ പറയുന്ന തലമുറയെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തൊടുന്നതിനായി സ്തോത്രം. ചൂടമന അധാരഘടക ശബ്ദനാരകൾ കടകസി. അപ്പന്റെ വാക്കുകൾ അംഗീകരിക്കാത്ത തലമുറ, മാതാപിതാക്കളുടെ വാക്കുകൾ അനുസരിക്കാത്ത തലമുറ, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നീക്കരുത്, ഈ സ്വിച്ച് എനിക്ക് പറ്റത്തില്ല, ഈ കൂട് എനിക്ക് പൊട്ടിക്കണമെന്ന് ചിന്തിച്ച് പദ്ധതി ഒരുക്കുന്ന ഏതോ ഒരു തലമുറ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ കരം ആ തലമുറയെ അങ്ങ് പിടിക്കുന്നതിനായി സ്തോത്രം. ചൂടമന അധാരഘടക ശബ്ദനാരകൾ കടകസി അർത്ഥസ്ഖൈഡമന ദീപാലഘടക ശബ്ദനേരകൾ കടകസിയ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നോഹയുടെ മക്കളും ആമേൻ ആ വാക്കങ്ങ് അനുസരിക്കുവാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ സാരം, നീ കൃപ ലഭിച്ചവളാണെങ്കിൽ, നീ കൃപ ലഭിച്ചവനാണെങ്കിൽ നിന്റെ വാക്കിന് വിലയുണ്ട്. നിന്റെ വാക്ക് നിന്റെ തലമുറ അംഗീകരിക്കും, നിന്റെ കുടുംബം അംഗീകരിക്കും, നീ മുഖാന്തരം നിന്റെ കുടുംബം രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വാക്കുകളെ കേട്ടോ നീ ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. ആമേൻ. കൃപ ലഭിച്ചവളാണ്, നീ ഭാരപ്പെടണ്ട. കർത്താവ് കരുതും, കർത്താവ് ഓർക്കും. കൃപ ലഭിച്ചവരുടെ പ്രത്യേകത അതാ, അപ്പൻ ഓർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോ ആമേൻ, ഹല്ലേലൂയ. നോഹ എല്ലായിടവും പറയാൻ തുടങ്ങി, ആമേൻ, മഴ പെയ്യുവാൻ പോകുന്നു. ആമേൻ, എന്നോട് കർത്താവ് പറഞ്ഞു ഒരു പെട്ടകം ഉണ്ടാക്കുവാൻ. ആമേൻ, ഹല്ലേലൂയ. അതിനകത്ത് രക്ഷപ്പെടുവാൻ ഒരു അവസരമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പണ്ട് സുവിശേഷ പ്രസംഗികൾ കവലകളിൽ പ്രസംഗിക്കുമ്പോൾ ഒത്തിരി പേർ കളിയാക്കുന്നുണ്ട്. ഇന്ന് ചുരുക്കമാണ് അങ്ങനെയുള്ള കവല പ്രസംഗങ്ങൾ. ആമേൻ, വളരെ മനോഹരമായി ഒത്തിരി അപ്പച്ചന്മാർ പ്രസംഗിക്കുന്നത് ഞങ്ങൾ ആമേൻ, ഹല്ലേലൂയ, ചില സമയങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ കാണാറുണ്ട്. പലരും അംഗീകരിക്കുന്നില്ല. ആമേൻ, ലോകം നശിക്കുവാൻ പോകുന്നു. ആമേൻ, നിങ്ങൾ ദൈവത്തെ അറിയുക. ആമേൻ, ഇന്നത്തെ കാലം പോലെ തന്നെയാ അന്നും. ആമേൻ, ഹല്ലേലൂയ. ആരും അംഗീകരിച്ചില്ല, ഒരൊറ്റ എണ്ണം അംഗീകരിച്ചില്ല. ഒത്തിരി ദിവസം ഇറങ്ങിക്കേറി. ആമേൻ, നോഹയുടെ തൊണ്ടയൊക്കെ പോയി, പ്രായവും കഴിഞ്ഞു, ആരോഗ്യം പോയി, എല്ലാം പോയെങ്കിലും തൻ്റെ കുടുംബത്തെ സ്വർഗത്തിലെ അപ്പൻ ഓർത്തു. അതാ ഏറ്റവും വലിയ ക്രെഡിറ്റ്. ആമേൻ, നടന്നെങ്കിലും വയസ്സായെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, അല്പം തൊണ്ടയില് വെള്ളം പോയെങ്കിലും തൻ്റെ കുടുംബത്തെ കർത്താവ് ആമേൻ രക്ഷപ്പെടുത്തുവാനിടയായി. ഇന്ന് പകൽ ഞാനൊരു ദൂത് കൈമാറട്ടെ. നീ വല്ലാണ്ട് കിടന്ന് ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ ചവിട്ടിയും തേച്ചും ഒത്തിരി പാകൾ കീറി, ഒത്തിരി ചെരുപ്പുകൾ തേഞ്ഞു, ഒത്തിരി ഡ്രസ്സുകൾ ആമേൻ, ഹല്ലേലൂയ, ജീർണിച്ചു പോയി. ആമേൻ, എങ്കിലും അപ്പൻ നിന്നെ ഓർക്കുന്നുണ്ട്, അപ്പൻ നിന്റെ കുടുംബത്തെ കരുതുന്നുണ്ട്. ആ കരുതല, ആ കരുതല, ആ കരുതല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരൊറ്റ എണ്ണം പോലും ആമേൻ നോഹ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചില്ല, നോഹ പറഞ്ഞ വാക്ക് ഉൾക്കൊള്ളുവാൻ തയ്യാറായില്ല. പക്ഷേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നോഹ ഇതാ ആമേൻ നോഹയെ സപ്പോർട്ട് ചെയ്യുവാൻ ഒത്തിരി പേര് വന്നു. പെട്ടകം ഉണ്ടാക്കുവാൻ. എടാ മണ്ട, ആമേൻ, നീ പെട്ടകം ഉണ്ടാക്കിയിട്ട് കാണാ, ഇങ്ങനെ ഒരു മഴയോ, ഇതെന്തോ സംഭവ, ഇതെന്താണെന്ന് ആമേൻ നോക്കിക്കൊണ്ടിരുന്നവരുടെ മുമ്പിൽ ആമേൻ കർത്താവ് പറഞ്ഞതിനനുസരിച്ച് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ തയ്യാറാകാതെ ദൈവം എന്ത് പറഞ്ഞു അതേ വീതിയിൽ, അതേ നീളത്തിൽ, ആമേൻ, അതേ മരം കൊണ്ട് ആമേൻ വളരെ മനോഹരമായി ഒരു പെട്ടകം അപ്പൻ പറഞ്ഞതിനനുസരിച്ച് ആമേൻ സൃഷ്ടിക്കുവാനിടയായി. ഇന്ന് പകൽ ശുശ്രൂഷയിൽ നിൽക്കുന്ന ആരൊക്കെയോ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ട്, ദൈവത്തിന്റെ വാക്ക് കേട്ട് നീ ചില പട്ടണങ്ങൾക്കകത്ത് കാലുകുത്തി. എന്നാൽ ആമേൻ, ആമേൻ, ഒന്നിനും വകയില്ലാതെ നീ കരയുന്ന കരച്ചിലിന്റെ ശബ്ദമുണ്ടല്ലോ, സ്വർഗത്തിലെ അപ്പൻ നിന്നോട് അവിടെ കാൽകുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പട്ടണത്തിൽ കേറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഇന്ന് പകൽ നിന്നോടൊരു ദൂത് കൈമാറുന്നു. നിന്റെ കുടുംബത്തെ അവൻ ഓർക്കുന്ന പകല, നിന്റെ ശുശ്രൂഷ അവൻ ഓർക്കുന്ന പകല, നിന്റെ മിനിസ്ട്രിയെ ഓർക്കുന്ന പകല. ചൂടമന അധരഗജനഘടക ശബ്ദന. നിന്റെ വാക്കിന് ആരും വില കൽപ്പിക്കേണ്ട, നിന്റെ വാക്കിന് ആരും ചെവി കൊടുക്കണ്ട. പക്ഷേ ആ പട്ടണത്തിൽ നിന്നെ കർത്താവ് കൊണ്ടെത്തിച്ചത് ചില മാന്യതയുടെ പുതപ്പണിഞ്ഞ
പണിയുവാൻ റമന ശംദന റീകാലകടക ശംദനാരകൾ കടകസി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ വാക്ക് കേട്ട് ആമേൻ ഹല്ലേലൂയ അതേ രീതിയിൽ തന്നെ മനോഹരമായ ഒരു പെട്ടകം ആമേൻ അവിടെ നിർമ്മിക്കുവാനിടയായി. അതുവരെയും ആരും കണ്ടിട്ടില്ലാത്തൊരു ഭംഗിയിൽ, ആരും ആമേൻ അനുഭവിച്ചറിയാത്ത രീതിയിൽ ആമേൻ വളരെ മനോഹരമായി ആമേൻ ഹല്ലേലൂയ ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കടന്ന് നോഹയ്ക്കോ അതിനകത്ത് പെട്ടകത്തിനകത്ത് കയറിയ ഒരു മൃഗത്തിനോ ഒരു ദോഷവും വരാതെ വണ്ണം പരിപാലിക്കുന്ന തരത്തിൽ ആ പെട്ടകത്തെ വളരെ മനോഹരമായി അവൻ പണിയുവാനിടയായി. അങ്ങനെയെങ്കിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ. നിന്റെ കുടുംബത്തിനകത്തോ ദൈവഹിതമില്ലാത്തൊരു പദ്ധതിയും വെളിപ്പെടുവാൻ സ്വർഗത്തിലെ അപ്പൻ അനുവദിക്കത്തില്ല. കാരണമെന്ന് നീ കൃപനെ വിളിച്ചവളോ, നീ ദൈവത്തോടൊപ്പം കൂടെ നടക്കുന്നവനോ, ആ നിന്റെ കുടുംബത്തെ തകർക്കണമെങ്കിൽ ഒരു പ്രളയത്തിനും കഴിയത്തില്ല. റമാന ശംദനെ റീകാലക ശംദനാരകൾ കടകസിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വളരെ മനോഹരമായി പെട്ടകത്തിന്റെ പണിയൊക്കെ പൂർത്തിയായി. ആമേൻ. കർത്താവ് പറഞ്ഞതുപോലെ ആമേൻ എല്ലാ മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഇഴജാതികളിൽ നിന്നുമൊക്കെ ആമേൻ ഹല്ലേലൂയ ഇതാ ആമേൻ പെട്ടകത്തിനകത്തേക്ക് അതാത് തട്ടുകളിലേക്ക് അതാത് സൈസിലുള്ള മൃഗങ്ങളെ അതാത് ക്യാരക്ടറുള്ള മൃഗങ്ങളെ ആമേൻ ഹല്ലേലൂയ ഫൈനലൈസ് ചെയ്ത് തരം തിരിച്ച് ആമേൻ അതാത് സ്ഥാനങ്ങളിലേക്ക് ഇരുത്തി. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ ഈ ദൂത് കഴിഞ്ഞ ആമേൻ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കൈമാറിയത്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ആന അതിനകത്തുണ്ടായിരിക്കും. ആന ഒരു കുലുക്കം കുലുക്കിയാൽ മതി. ആമേൻ ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് ആമേൻ വീഡിയോസിലൊക്കെ ആന ഒന്ന് ഇങ്ങനെ മതിലൊന്ന് ചവിട്ടിയാൽ മതി, മതിൽ പിളർന്നു പോകും. ആമേൻ കട്ടള വാതിലൊന്ന് ജസ്റ്റ് ഒന്ന് ആമേൻ കാല് മടക്കി ഒന്ന് ചവിട്ടിയാൽ മതി, അത് പൊളിഞ്ഞു പോകും. ആ ആനയെയും കർത്താവ് അവിടെ സൈലന്റ് ആക്കി ഇരുത്തി. ആമേൻ ഒരു പശ വെച്ച് തേച്ച് കാലും കൈയും ആമേൻ ആമേൻ അവിടെ അടക്കി ഇരുത്തിയതുപോലെ ആമേൻ കർത്താവിന് അവരെ ഓർക്കാമെങ്കിൽ അവിടെ ആമേൻ നാക്കുകളെ അടക്കുവാനും ആമേൻ കൈകാലുകളെ ബന്ധിക്കുവാനും കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ ഉപരി ആമേൻ ഒത്തിരി വ്യത്യസ്ത ക്യാരക്ടറുള്ള ആമേൻ പക്ഷിപ്പറവകളും മൃഗങ്ങളും അതിനകത്ത്. ആമേൻ ഞാൻ പറയട്ടെ, ആമേൻ നോഹയും തൻ്റെ തലമുറയും കുടുംബവും അതിനകത്തിരിക്കുമ്പോൾ ആമേൻ പറവകൾ അവരുടെ തലയ്ക്ക് മീതെ ആമേൻ ഹല്ലേലൂയ ചാടിയിട്ടുണ്ടാകും. എന്നിട്ടും ആമേൻ നോഹയുടെ മക്കൾ ഒരു വാക്ക് പോലും മിണ്ടിയില്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ പെട്ടകത്തിന്റെ വാതിൽ കിടിവാതിലിനെ കർത്താവ് അടച്ചു. ആമേൻ ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു മണ്ടൻ. ആമേൻ ഹല്ലേലൂയ. ഇവനും ആമേൻ ഇതിനകത്ത് കേറിയവരെല്ലാവരും മണ്ടൻ. ആമേൻ ഇല്ല. ദർശനം പ്രാപിച്ചവന് ചില പുതിയത് സംഭവിക്കുവാൻ പോകുന്നു. ദർശനം പ്രാപിച്ചവന് ചിലത് സംഭവിക്കുവാൻ പോകുന്നു. റമന ശംദനെ കളിയാക്കുന്നവരെ കളിയാക്കട്ടെ. ഒരു മാന്യതയുടെ പുതപ്പ് അവന് നിന്നെ ഓർത്തുകൊണ്ട് നിന്റെ തലയ്ക്ക് മീതെ, നിന്റെ കുടുംബത്തിന് മീതെ, നിന്റെ തൊഴിൽ മേഖലയ്ക്ക് മീതെ, നിന്റെ വരുമാന മേഖലയ്ക്ക് മീതെ, നിന്റെ തലമുറയ്ക്ക് മീതെ ചൂടാമന അതാരകടക ശംദനാരകൾ കടകസി അപ്പൻ നൽകുവാൻ പോവുകയാ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അവർ തമ്മിൽ ഒത്തിരി കടിപിടികളൊക്കെ ഉണ്ടായി കാണും. ആമേൻ ഹല്ലേലൂയ. ചിലതിൻ്റെയൊക്കെ വാകളെയൊക്കെ കർത്താവ് അടച്ചു കാണും. ആമേൻ ഹല്ലേലൂയ. മൃഗങ്ങളെന്ന് പറയുമ്പോൾ ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകയും ഇടിക്കുകയും കടിക്കുകയും ചാടുകയും ചെയ്യുന്ന ആമേൻ തുള്ളലുകളെ എല്ലാം കർത്താവ് അവിടെ അടക്കിയിരുത്തി കാണും. അതും ഒരു അഭിഷേകം കേട്ടോ. ആമേൻ അവർ തുള്ളാൻ തുടങ്ങുമ്പോൾ കൃപ ലഭിച്ചവർ അതിനകത്ത് നിന്ന് സ്തുതിക്കുവാൻ തുടങ്ങി കാണും. യവൻ മിണ്ടരുത്, ആമേൻ അവൻ ചലിക്കരുത്. ആമേൻ ഹല്ലേലൂയ. ചൂടാമന ഹദാരകടകസി. അതുകൊണ്ട് കൃപ ലഭിച്ച നീ പെട്ടകത്തിനകത്ത് നീ ആമേൻ അധികാരത്തോടെ ഇരുന്നാട്ടെ. റവലക ശംദനാരകൾ കടകസി അർത്ഥപ്രൗഢമന ദീപലകടക ശംദനാരകൾ കടകസി അധാരകടക ശംദനാരകൾ പ്രൗഢമന. ആമേൻ ഹല്ലേലൂയ. അത് മാത്രമല്ല കേട്ടോ, ഇന്ന് പകലിൽ ആമേൻ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത് ആമേൻ ഹല്ലേലൂയ ആ മൃഗങ്ങളൊക്കെ അന്ന് ആമേൻ പച്ചിലയാ കഴിച്ചേ, മാംസഭുക്കുകൾ അല്ല, സസ്യഭുക്കുകളായിരുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണമേ, ഇത്രയും ദിവസം കേടുവരാതിരിക്കാനുള്ള ഭക്ഷണത്തെ കർത്താവ് അവിടെ കരുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പെട്ടകത്തിനകത്ത് ആമേൻ ഒന്നും ഉണങ്ങിപ്പോകാതെ പച്ചയായി തന്നെ ആമേൻ ഹല്ലേലൂയ ഏറ്റവും ശ്രേഷ്ഠമായത്
കർത്താവ് അതിനകത്ത് നൽകി. ആമേൻ. അവർക്ക് വേണ്ടതെല്ലാം അവർ പെട്ടകത്തിനകത്ത് ആമേൻ അവർക്ക് വേണ്ടത് കരുതിയെങ്കിലും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി ആമേൻ ഹല്ലേലൂയ അവർ ആമേൻ ഒത്തിരി സഞ്ചരിക്കുവാനിടയായി. ഒത്തിരി ദിവസം പിന്നിട്ടോ അവിടെയും വേണ്ടതല്ല ആമേൻ നശിച്ചു പോകാത്തത്, ആമേൻ തീർന്നു പോകാത്തത്. ഞാൻ ചിന്തിക്കുന്നു ആമേൻ കുറവ് സംഭവിക്കുന്തോറും അപ്പൻ അതിനകത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കാണും. കാരണം നോഹയോടുള്ള കൃപ, നോഹയോടുള്ള ആമേൻ നോഹയുടെ കുടുംബത്തെ അപ്പൻ ഓർത്തത് കൊണ്ട്, അവന്റെ നിഷ്കളങ്കത കൊണ്ട്, അവന്റെ നീതി കൊണ്ട്, അവന്റെ പ്രാർത്ഥന കൊണ്ട് ആമേൻ ഹല്ലേലൂയ കർത്താവ് വർദ്ധിപ്പിച്ചു കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഏറ്റവും ബ്ലെസ്ഡ് ആകട്ടോ. അതെന്നെ വളരെയധികം ടച്ച് ചെയ്യുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. അവൻ ഒരു ബുദ്ധിമുട്ടും വരുത്താതെ ആമേൻ നോഹയ്ക്കും തൻ്റെ തലമുറകൾക്കും ആമേൻ തൻ്റെ കുടുംബത്തിന് വേണ്ടതോ കൂടെ ഉണ്ടായിരുന്ന ആമേൻ പറവകൾക്കും മൃഗങ്ങൾക്കും വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കി. അവർ കുക്ക് ചെയ്യേണ്ടി വന്നില്ല, എല്ലാം അപ്പൻ അതിനകത്ത് നൽകി. ആമേൻ നീ ഇറങ്ങിയിട്ടുണ്ടോ, നിനക്ക് വേണ്ടതെല്ലാം കർത്താവ് തരും. നീ അവിടെ ചെന്ന് എത്തിയിട്ടുണ്ടോ, വേണ്ടതെല്ലാം അപ്പൻ കരുതും. നീ അപ്പൻ്റെ വാക്ക് കേട്ടാണോ പോയത്, പ്രാർത്ഥിക്കുന്നൊരു സഭയുണ്ടോ, കർത്താവ് അവിടെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. കൃപ ലഭിച്ചവനാണെങ്കിൽ മാത്രം കേട്ടോ, കൃപ ലഭിച്ചവളാണെങ്കിൽ മാത്രം കേട്ടോ. ഈ റബാന ശംദനെ ആമേൻ ഈ ദിവസങ്ങളിൽ ചിലതൊക്കെ പ്രാർത്ഥന എന്തെന്ന് പഠിക്കുവാൻ പോവുകയാ, ചിലതൊക്കെ ഉപവാസം എന്തെന്ന് പഠിക്കാൻ പോവുകയാ. ഇതുവരെയും ഒരു തിയറി കൊണ്ടാ നീ നടന്നേ, പക്ഷെ കർത്താവ് പറയുന്നു ഈ തിയറി കൊണ്ട് നീ ഒന്നും പഠിക്കത്തില്ല. ചിലതിനെയൊക്കെ പ്രാക്ടിക്കലിലേക്ക് കർത്താവ് കടത്തുവാൻ പോവുകയാ. ചൂടാമന ആമേൻ ഹല്ലേലൂയ. ചില അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം. ആമേൻ ചില അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയാൽ മാത്രമേ ആമേൻ ചിലതിൻ്റെയൊക്കെ വില മനസ്സിലാകത്തുള്ളൂ. ദൈവം കരുതിയതിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ. കർത്താവ് ഇങ്ങനെ കരുതുന്നവനാണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഞങ്ങൾ ആമേൻ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒത്തിരി പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയുന്നത്, ഞങ്ങൾക്ക് ഇത്ര അനുഗ്രഹത്തോടെ വിളിച്ചു പറയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ചില പ്രാക്ടിക്കലൊക്കെ വരുന്നത് നിന്നെ ഏറ്റവും നല്ല റിസൾട്ട് കൊണ്ടുവരുവാനാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പാരമ്പര്യമായി കേട്ട് 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 വല്ലവൻ്റെയും ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെ കണ്ട് ആമേൻ നീ വന്ന് ആമേൻ ഹല്ലേലൂയ നിന്നാൽ ഒത്തിരി ദിവസം നിൽക്കത്തില്ല. എന്തുകൊണ്ടാണ് ചിലത് താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലതൊക്കെ പ്രാക്ടിക്കൽ ആമേൻ ലാബിനകത്ത് ഓ റമന ശംദനെ റീഖലക ശംദനാരകൾ കടകസി ചിലതൊക്കെ പ്രാക്ടിക്കൽ ലാബിനകത്ത് കർത്താവ് ചിലതിനെയൊക്കെ പഠിപ്പിച്ച് കൊണ്ടുവരുവാൻ പോവുകയാണെന്ന്. ചൂടാമന അധരഗടക ശംദനാരകൾ പ്രൗഢമന അധാരഗടക ശംദനെ റീഖലകടകസി ആമേൻ മഴ പെയ്യുവാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി അന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അന്ന് വരെ കേട്ടിട്ടില്ലാത്ത, അന്ന് വരെ അനുഭവിച്ചിട്ടല്ലാത്ത ആമേൻ മഴ അങ്ങോട്ട് പെയ്യുവാൻ തുടങ്ങി. മഴ പെയ്യുവാൻ തുടങ്ങിയപ്പോൾ മുതൽ അഭിഷേകം പ്രാപിച്ചവനും കുടുംബവും അതിനകത്തിരുന്ന് സ്തുതിക്കുവാൻ തുടങ്ങി. റമന ശംദനെ പെട്ടകമിതാ ആമേൻ വെള്ളത്തിൽ കൂടെ ഒഴുകുകയാണ്. ആമേൻ പർവ്വതങ്ങൾ മുങ്ങി, ആമേൻ മലകൾ മുങ്ങിപ്പോയി. അത്രത്തോളം വെള്ളം, അത്രത്തോളം വെള്ളപ്പൊക്കം. ഒന്നുപോലും ആമേൻ പെട്ടകത്തിന് വെളിയിൽ കിടന്ന ഒന്നുപോലും രക്ഷപ്പെട്ടില്ല. ആമേൻ എല്ലാ പച്ചക്കൊമ്പുകളും ആമേൻ എല്ലാം അഴുകി തുടങ്ങി. എല്ലാ മനുഷ്യരും അഴുകി വീർക്കുവാൻ തുടങ്ങി. അതുവരെ പ്രസംഗിച്ച നോഹയുടെ വാക്കിന്, അതുവരെ പ്രാർത്ഥിച്ച നോഹയുടെ വാക്കിന് വില കൽപ്പിക്കാത്തതൊക്കെയോ ആമേൻ ഹല്ലേലൂയ അവിടെ ചത്തു പൊങ്ങുവാനിടയായി. ആമേൻ അവിടെ വെറും ദുർഗന്ധമാ, വെറും നാറ്റമാ. അതിന്റെ ഒരു നാറ്റം പോലും അടുപ്പിക്കാതെ വേണോ പെട്ടകത്തിനകത്ത് ആമേൻ ദുർഗന്ധം വമിക്കുന്ന ഒന്നുപോലും കടക്കാതെ വേണോ കർത്താവ് പെട്ടകത്തെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്തു. ആമേൻ അഭിഷേകം പ്രാപിച്ചവൻ അതാ. ആമേൻ പുറത്തുള്ളതൊന്ന് നിന്റെ അകത്തെ തകർക്കുവാൻ കഴിയത്തില്ല. പുറത്തുള്ള യാതൊരുവിധ പ്രശ്നത്തിനോ നിന്റെ അകത്തുള്ള ആത്മീയതയെ തകർക്കുവാൻ കഴിയത്തില്ല. ചൂടാമന
അധരഗദരഗടക ശംധനാരകൾ കടകസി അർത്ഥന ദീമാനഗടക ശംധനേരകൾ കടകസി. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ ഒഴുകി നടന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, നമ്മളൊരു പക്ഷെ ചിന്തിക്കും ആമേൻ ഹല്ലേലൂയ എവിടെയോ പോയി ആമേൻ ഇതങ്ങ് ഇടിച്ചു നിന്നു എന്ന്. ആമേൻ വെറുതെ പോയി ഇടിച്ചു നിന്നതല്ല. ആമേൻ മഴയൊക്കെ പെയ്തു. ആമേൻ പർവ്വതങ്ങൾ പോലും മുങ്ങിപ്പോയി. അത്രയടി ആമേൻ പൊക്കത്തിൽ വെള്ളം നിൽക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇതിനകത്ത് കയറ്റി വിട്ടതാരാ? സ്വർഗത്തിലെ അപ്പനാ. ആ അപ്പനാ ആമേൻ 8-ാം അധ്യായം 1 നമ്മൾ കേട്ടു. അതിനകത്തിരുന്ന സകല മൃഗങ്ങളെയും നോഹയെയും കുടുംബത്തെയും സ്വർഗത്തിലെ അപ്പൻ ഓർത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ നീ ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ അപ്പൻ എന്നെ കാണുന്നില്ല, എൻ്റെ അപ്പൻ എന്നെ ഓർക്കുന്നില്ല, എൻ്റെ അപ്പൻ എന്നെ കരുതുന്നില്ല. റമാന ശബ്ദനെ ഓർക്കുന്നത് കൊണ്ടാ നീ പട്ടുപോകാത്തത്. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാ നീ തകർന്നു പോകാത്തത്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നോഹയെയും കുടുംബത്തെയും കർത്താവ് ഓർത്തു. ആമേൻ. പുതിയൊരു ജനറേഷന് വേണ്ടി ആമേൻ ഹല്ലേലൂയ നിഷ്കളങ്കതയുള്ള ചിലത് പുറത്തു വരുവാൻ വേണ്ടി. ഓ ആത്മീയ മർമ്മം മനസ്സിലായെന്ന് ആമേൻ ഹല്ലേലൂയ തോന്നുന്നില്ല. ആമേൻ ഹല്ലേലൂയ. കൃപയുള്ളവന്റെ കുടുംബത്തിൽ നിന്ന് പിന്നെ ജനിച്ചു വീഴുന്നത് മുഴുവനോ ഇരട്ടി കൃപയുള്ളവന്മാരോ. ആമേൻ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്തോ നിന്റെ കുടുംബത്തിനകത്തോ ആമേൻ നീ ചിന്തിക്കരുത് ആമേൻ ഹല്ലേലൂയ ആത്മീയതയുള്ള ഞാൻ നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ കുടുംബത്തിനകത്ത് നിന്ന് ജീവനുള്ള ഏതെങ്കിലും പുറപ്പെടുമോ? ഉണ്ടാകുവെന്ന അഭിഷേകമുള്ള നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ചില പുതിയത് വരുവാൻ പോകുന്നു, ചില പുതിയത് മുളയ്ക്കുവാൻ പോകുന്നു, ചില പുതിയത് ഉത്ഭവിക്കുവാൻ പോകുന്നു. ചൂടാമന അധരഗജനഘടക ശംധനാരകൾ കടകസി. അതേ കുടുംബത്തിനകത്ത് നിന്ന് ചില പുതിയത് പുറപ്പെടാനുള്ള സമയമായി. ആമേൻ ഹല്ലേലൂയ. ആ പ്രസവിക്കുവാനുള്ള ആമേൻ ഒരു ആമേൻ ഹല്ലേലൂയ വാഞ്ച, അതിനുള്ളൊരു തയ്യാറെടുപ്പിന്റെ പ്രോസസ്സിംഗിലാണ് നിന്റെ കുടുംബം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയതൊന്ന് ജനിക്കുവാനുള്ള ഒരു പ്രോസസ്സിംഗിലാണ് നിന്റെ തലമുറ, നിന്റെ ഭർത്താവ്. ഹല്ലേലൂയ. നിന്റെ മക്കൾ ഇന്ന് പകൽ വിശ്വാസത്തോടെ അതിനോട് നോക്കി വിളിച്ചു പറ, ചില പുതിയത് എന്റെ ഭവനത്തിൽ സംഭവിക്കും, ചില പുതിയത് എന്റെ ആത്മീക ജീവിതത്തിൽ സംഭവിക്കും, ചില പുതിയത് എന്റെ മിനിസ്ട്രിയിൽ സംഭവിക്കും. ചൂടാമന അധാരഘടക ശബ്ദനാരകൾ കടകസി. ആമേൻ. താഴ്മയോടെ ഇരിക്കുവാൻ തയ്യാറാണോ? ആമേൻ. നോഹയെ പോലെ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുവാൻ തയ്യാറാണോ? ആ കൃപ നിങ്ങൾക്കും കിട്ടും, എനിക്കും കിട്ടും. പ്രൈസ് ദി ലോർഡ്. ആ കൃപ ആമേൻ നിമിത്തം കർത്താവ് നമ്മളെ ഓർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലും ഒരുമിച്ച് കണ്ണുകളെ അടച്ചോ ചില നിമിഷം കൂടെ നമ്മൾ കർത്താവിനെ സ്തുതിക്കുവാൻ പോകുന്നു. കർത്താവെ, അടിയന്റെ മുൻപിലിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലൈവിലൂടെയും ഹാളിലും ഇരുന്ന് ഈ ശബ്ദം കേൾക്കുന്ന സകലമാന ജനത്തെയും അടിയൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടൊപ്പം നടന്നു ദൈവിക കൃപകളെ പ്രാപിച്ച് ആമേൻ ആത്മാവ് നഷ്ടമായി പോകാതെ ആമേൻ ചില പുതിയത് ഉത്ഭവിക്കുന്നവരാക്കി ഇവരുടെ ജീവിതം മാറുവാൻ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.